യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു മീൻകറിയാണ്. ചെറിയ കൊഴിയാള, നല്ല ചെറിയ കൊഴിയാള. ഇത് തേങ്ങ അരച്ചൊരു കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടുന്നത് കുറച്ച് ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇത്തിരി പുളി, 2 പച്ചമുളക്, ഒരു തക്കാളി. ഇതിന് ഒരു അരമുറി തേങ്ങ. ഇതൊന്ന് വറുത്തെടുക്കണം. 2 സ്പൂൺ വെളിച്ചെണ്ണ, ഇത്തിരി കടുക് പൊട്ടിച്ച്, കടുക് പൊട്ടി കഴിയുമ്പോൾ ഇത്തിരി ഇഞ്ചി അങ്ങോട്ടിട്ട്, ചെറിയ ഉള്ളി ഇതൊന്ന് വഴറ്റണം. വരെ ഒന്ന് വഴറ്റണം. കുറച്ചിട്ട് ഇഞ്ചി, ഉള്ളി ഇഞ്ചി മൂത്ത്. അപ്പോൾ ഇത് മുളക് പൊടി 1/2 കിലോ മീനുണ്ട്. 1/2 കിലോ മീനൊരു 3 സ്പൂൺ എരിയുള്ള മുളക് പൊടി എടുക്കണേ. തേങ്ങയും കൂടെ ചേർക്കണമെങ്കിൽ ഇത്തിരി മുളക് പൊടി കൂടുതൽ വേണം. 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് പെട്ടെന്ന് ഇതിനകത്തിട്ട് ഒന്ന് മൂക്കണം. മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും കരിയാതെ ഒന്ന് മൂത്തെടുക്കുമ്പോൾ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ, അരമുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടൊന്ന് ചൂടാക്കും. അതിൻ്റെ കൂടെ ഒരു 5-6 നല്ല മുളക്, ഇത്തിരി കറിവേപ്പില, ഒരു 2 ഇതള ഇങ്ങോട്ടൊന്ന് മൂക്കും. തേങ്ങ നല്ലോണം മൂക്കൊന്നും വേണ്ട. ഇതൊന്ന് തേങ്ങ ഒന്ന് ചൂടായാൽ മതി. എളുപ്പം ഒന്ന് പോയാൽ അതൊന്ന് മൂക്കേ ഒന്ന് മാറ്റിയാണ്. ഞാൻ വറുത്തെടുത്ത കൂട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചട്ടി അടുപ്പി വെച്ച്, ചട്ടി ചൂടാകുമ്പോൾ ഒരു ശകല എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇത്തിരി കടുക് ഇട്ട് ഈ തക്കാളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഈ അരപ്പൊഴിക്കാം. ശകലം മതി. നേരത്തെ എണ്ണ ഒഴിച്ച് കൂട്ട് വറുത്തത് കൊണ്ട് എണ്ണ ഇപ്പം ശകലം ഒഴിച്ചാൽ മതി. 2 കടുക് ഇട്ട് ആ കടുക് അങ്ങോട്ട് പൊട്ടുമ്പോൾ 2 കരിവേപ്പില അങ്ങോട്ടിട്ട് ഈ കുറച്ച് കൊടുക്കും. എന്നിട്ട് ഈ തക്കാളി ഇട്ട് ഈ 2 പച്ചമുളക് അരിഞ്ഞ് ഇട്ട് അത് ഇട്ട് ഒന്ന് വഴറ്റണം. എന്നാൽ പച്ചപ്പൊന്ന് മാറുന്നത് വരെ ഒന്ന് പച്ചപ്പ് മാറി തക്കാളി നല്ല വഴണ്ടി വന്നു. ഇതിലേക്ക് ഈ കൂട്ട് അങ്ങോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും അരപ്പൊന്ന് ഇളക്കി വെള്ളം നല്ലവണ്ണം ഇളക്കി ചൂടുവെള്ളം വേണം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കറി നല്ല തിക്കായിരിക്കണം. ആവശ്യത്തിന് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് വേണമെങ്കിൽ പിറ്റേന്ന് ഇടാം നോക്കിയിട്ട്. ഇത് അടച്ചിരിക്കണം. നല്ലവണ്ണം തിളച്ചിട്ട് നമുക്ക് അടുത്ത് മീനിടാം. നമ്മൾ അരപ്പ് നല്ലവണ്ണം തിളച്ച് കണ്ട. അപ്പോഴൊന്ന് ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് മീനിടാം. ഉപ്പ് ശകലം കൂടെ വേണം, എങ്കിലേ മീനിന് ഉപ്പ് നല്ലവണ്ണം പിടിക്കണ്ടേ. ഒരു 3/4 ടീസ്പൂൺ ഉലുവപ്പൊടി. നല്ല കുഞ്ഞ് കൊഴിയാള മീനാണ്. 2 തല്ലി കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ടൊന്ന് അടച്ച് വേവിക്കും ഒരു 5 മിനിറ്റ്. ഇപ്പം നമ്മളെ കറി റെഡിയായേ. തേങ്ങ ചേർത്ത വറുത്തരച്ച മീൻകറി. ഒന്ന് നോക്കട്ടെ ഉപ്പെല്ലാം ഉണ്ടാവും. അപ്പം കറി റെഡിയായി. എല്ലാം കണക്കിനുണ്ട്. എല്ലാം ആവശ്യത്തിനുള്ള ഗ്രേവി എല്ലാം ഉണ്ട്. അപ്പം തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ല തിക്കുള്ള നല്ല മീൻകറി എന്താ ഇത് ചക്കയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പം നമുക്കിന്ന് ചക്കയുടെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂടെ ഈ മീൻകറിയായിട്ട് കഴിക്കാൻ പോവുകയാണെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.